സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എംപിമാരും MLAമാരും ധർണ സമരം നടത്തി. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ എംപിമാരും MLAമാരും ധർണ സമരം നടത്തി. അങ്കമാലി കരയാമ്പറമ്പ് മുതൽ കുണ്ടന്നൂർ വരെ നിർമ്മിക്കുന്ന ദേശീയപാത ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ എംപിമാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഫ്രാൻസിസ് ജോർജ്, MLAമാരായ കെ ബാബു, റോജി എം ജോൺ, അൻവർ സാദത്ത്, എൽദോസ് കുന്നപ്പിള്ളി, അനൂപ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ. രാജ്യത്ത് നാഷണൽ ഹൈവേ മുഴുവൻ പ്രാവർത്തികമാക്കിയതിന്റെ പിന്നിൽ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൊടുക്കേണ്ട കോമ്പൻസേഷൻ, വലിയ കോമ്പൻസേഷൻ കൊടുക്കുന്ന കോമ്പൻസേഷൻ ആക്ട് ആണ് പാർലമെന്റ് പാസാക്കിയത്. കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സ്ഥല ഉടമകളുടെ ഒരു ആവശ്യം 2013 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന പാർലമെന്റ് പാസാക്കിയ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. 1. 2. പ്രീ നോട്ടിഫിക്കേഷൻ മുതൽ ഭൂമി ഏറ്റെടുക്കുന്നത് വരെയുള്ള സമയമുള്ള ആ സമയത്തിന് 12% പലിശ ഇവർക്ക് കൊടുക്കണം. ഇതൊന്നും കിട്ടുന്നില്ല. എല്ലായിടത്തും മഞ്ഞക്കുറ്റി ഇട്ടിരിക്കുകയാണ്. ഈ ഭൂമി മറ്റൊരാവശ്യത്തിന് കൈമാറാൻ കഴിയുന്നില്ല. സമരം രമേശ് ചെന്നിത്തല ബുധനാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം കളക്ടറേറ്റിന് മുൻപിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ആവശ്യപ്പെടുന്നത് അങ്കമാലി കുണ്ടന്നൂർ പാതയുടെ നിർമ്മാണം അടിയന്തരമായി ഗവൺമെന്റ് മുൻകൈയെടുത്ത് പൂർത്തിയാക്കണമെന്നാണ്, ആരംഭിക്കണമെന്നാണ്. ഇത് ആരംഭിച്ചില്ലെങ്കിൽ അടുത്ത വരുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ പദ്ധതിയായി ഇത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കഴിവുകെട്ട ഒരു സർക്കാർ, ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വാഗ്ദാനങ്ങളുമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇതുള്ളത്. ഇടുക്കി പദ്ധതി എവിടെ പോയി? വയനാട് പാക്കേജ് എവിടെ പോയി? തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച കെ ബാബുവിടെ ഉണ്ട്. ബാബുവിന്റെ ഏറ്റവും നല്ല തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തനം നടത്തിയ മന്ത്രി, ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു മന്ത്രി. ഈ ഗവൺമെന്റ് 10 വർഷമായി തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റാണ്. അവിടെയും പ്രഖ്യാപിച്ച 10,000 കോടി രൂപയുടെ പദ്ധതി 1 രൂപ ചെലവാക്കി. സംസ്ഥാനത്തെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയിലെ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരു പദ്ധതി വരെ സഹായകരമാകുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് കടന്നുപോകുന്ന മേഖലയിലെ UDF MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.